ഉള്ളിൽ കയറിപ്പോയൊരവസ്ഥയാണ്. സംഭവം കൊള്ളാം, കണ്ണടിച്ചു പോകും. മൊത്തം കഴിഞ്ഞാലും പറയാൻ പറ്റുള്ളൂ. 350 വകുപ്പുണ്ടോ കേട്ടോ. വഴിയൊക്കെ അങ്ങോട്ടുണ്ടേ. ആകെ തല തിരിണ്ട്, എങ്ങണ്ടാ പോകേണ്ടതെന്ന് അറിയാതെ. നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയാണ്. ഡ്രീം സിറ്റിയാണ്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ്. ടിക്കറ്റ് വരുന്നത് 350 നേപ്പാളിയാണ് ടിക്കറ്റിന് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയൊരവസ്ഥയാണ്. സംഭവം കൊള്ളാം, കണ്ണടിച്ചു പോകും. മൊത്തം കഴിഞ്ഞാലും പറയാൻ പറ്റുള്ളൂ. 350 വകുപ്പുണ്ടോ കേട്ടോ. വഴിയൊക്കെ അങ്ങോട്ടുണ്ടേ. ആകെ തല തിരിണ്ട്, എങ്ങണ്ടാ പോകേണ്ടതെന്ന് അറിയാതെ. ചേട്ടാ ഇതിപ്പോ കൂടിൻ്റെ ഉള്ളിൽ എലി വെട്ട പോലായിട്ടോ. എന്തും അറിയില്ല. അയ്യോ, വന്ന വഴി തന്നെ എത്തി. ഇങ്ങനെ തന്നെ പോവാന്ന് വിചാരിക്കണേ. ഒരു വിധത്തില് പുറത്തിറങ്ങിട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ ആകെ വട്ട് പിടിച്ചു. ഒരു ഐഡിയയും കിട്ടില്ല എങ്ങനെ പുറത്തിറങ്ങണമെന്ന്. ഞാൻ കയറിയിട്ട് വന്ന വഴി തന്നെ ഇറങ്ങിപ്പോയേ. അപ്പം അങ്ങനെയല്ല, ഉള്ളിൽ കൂടി തന്നെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു 350 പോയിന്ന്. ഇനി എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ടേ. ഇവിടെ ഉണ്ട്. ഞാൻ ഒറ്റച്ചാത്തോണ്ടേ ഊഞ്ഞാലാട്ടിത്തരാൻ പോലെ ഒരാളില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടി. നമുക്കതിൽ ഊഞ്ഞാലാടുള്ള ആഗ്രഹം മാറ്റി വെച്ചേണ്ടി വരും. ഊഞ്ഞാലാട്ട ഒരാളായിട്ട് വരണം. ഇവിടെ ഉണ്ട് അതേപോലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പൊക്കാറ ഡ്രീം സിറ്റി. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. കൂടെ ആരെങ്കിലൊക്കെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക, നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ മറ്റു സ്ഥലമാണ്. പിന്നെ ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മേലെ മൊത്തൊരു കുട വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്താണ്. ഇവിടെ ചേച്ചി ഊഞ്ഞാലാടുന്നേ. നന്ന ടോപ്പിക്ക് ഒന്നുകൂടെ സ്റ്റെപ്പ് കയറി പോണേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇതിൻ്റെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണേ. ഒന്ന് മുന്നേ പോയ ടെമ്പിളൊക്കെ ഇടുന്ന് കാണാൻ വേണ്ടി കഴിയാം. പിന്നെ ഇതേപോലെ ഓരോ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് ഇരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഓഹോ, ഗ്ലാസ് എങ്ങാനും പൊട്ട് വന്നൊരു ചെറിയ വീടുണ്ട്. ടോപ്പിൽ നിന്നുള്ളൊരു കാഴ്ച നോക്കിയേ. ഇവിടെ നിന്നിട്ടാണ് അവർ ഫോട്ടോ എടുത്തിരുന്നത്. ഫോട്ടോ ഒക്കെ ഇവിടെ ഇരുന്ന് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. കണ്ടോ, അവിടെ ഒരു ഫാമിലി അതാ. ഇവിടെ നല്ല വ്യൂ ആണ്. ഇത് നേപ്പാളി ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ റെൻറ്റിന് എടുത്തിട്ട് ഇതേപോലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇങ്ങനെ വന്ന ഇവിടെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെ ഈ അമ്പലത്തിലൊക്കെ ഒന്ന് കയറിയിട്ട് പോവാം. അല്ലാതെ പിങ്ക് സിറ്റിയിൽ അല്ല ഡ്രീം സിറ്റി പോയിട്ട് കയറിയതേ 350 രൂപയാണ് പോകും. ഇന്നാണ്ട് പോയി കിട്ടി. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുമേ. ഇതൊക്കെ എന്നോട് വന്ന് കാണാതെ പലതരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. ഇത് അമ്പലത്തേക്ക് വഴിപാടായിട്ട് കൊണ്ടുപോകുന്നതാണ്. അതൊക്കെ ഇവിടെ വിൽക്കണേ. ഇവിടെ സിന്ദൂര് കാര്യങ്ങളൊക്കെ വിൽക്കണ്ടേ. പിന്നെ കുറച്ച് കീ ചെയിന്, ഒരു ആഭരണങ്ങള്, ഇതൊരു അച്ചാറും കാര്യങ്ങളൊക്കെയാണ്. ഉണ്ടോ,
ഇവരെ അച്ചാറ് ഓരോ ഇതൊക്കെ അച്ചാറും ഇതോരോ സ്വീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഷിലാജിറ്റ് ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഷിലാജിറ്റ് ഇതാണ് ഓയില്. അതിലുള്ള നല്ല മെറ്റീരിയൽസും കാര്യങ്ങളാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ ആവുമെന്ന് വിചാരിക്കുന്നു. പരിചയപ്പെടുത്തി തരാം. ഈ ചേച്ചിയാണ് ഈ ബസ്സിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ചേച്ചി. നമ്മളെ ഭായിയാണ് ബാക്കിലേക്ക് ഡ്രൈവർ.